വസ്തു വിൽപ്പനയ്ക്കായി നമുക്ക് നേരിട്ട് ഇടപെടാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ടെങ്കിൽ അതിനായി നമ്മൾ മറ്റൊരാളിനെ ചുമതലപ്പെടുത്തുന്ന പ്രക്രിയയുടെ പേരാണ് പവർ ഓഫ് അറ്റേണി അഥവാ മുക്തിയാർ. ഇത് നൽകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഇന്നത്തെ എപ്പിസോഡിൽ. പവർ ഓഫ് അറ്റോർണി നമുക്ക് ഓരോ കാര്യത്തിനു വേണ്ടിയും പ്രത്യേകിച്ച് നൽകുകയോ അല്ലെങ്കിൽ പൊതുവായി പറയേണ്ട കാര്യങ്ങൾ വ്യക്തമായും പറഞ്ഞുകൊണ്ടുള്ള പവർ ഓഫ് അറ്റോർണി തയ്യാറാക്കുകയോ നമ്മൾ ചെയ്യാം. വസ്തു വിൽപ്പനയ്ക്ക് പ്രത്യേകിച്ച് പറയുക തന്നെ വേണം ഈ പവർ ഓഫ് അറ്റോർണി അഥവാ മുക്തിയാറിൽ. മാത്രമല്ല അത് രജിസ്റ്റർ ചെയ്തിരിക്കുകയും വേണം എന്ന് നിയമം അനുശാസിക്കുന്നുണ്ട്. നമ്മൾ ആർക്കാണോ ഭൂമി വിൽക്കാൻ അധികാരം നൽകുന്നത് അദ്ദേഹത്തിനെയാണ് നമ്മൾ മുക്തിയാർ പട്ടം ലഭിച്ച ആൾ അഥവാ പവർ ഓഫ് അറ്റോർണർ എന്ന് നമ്മൾ പറയുന്നത്. അത് രജിസ്റ്റർ ചെയ്തിരിക്കണം എന്ന് നിർബന്ധമുണ്ട്. നമ്മളിത് രജിസ്റ്റർ ചെയ്തിരിക്കുമ്പോൾ ഈ ബന്ധുക്കൾ അല്ലാത്തവർക്ക് ആണ് നമ്മൾ മുക്തിയാർ പട്ടം നൽകുന്നത് എങ്കിൽ ഭൂമിയുടെ ന്യായവില അടിസ്ഥാനമാക്കിയുള്ള മുദ്രപത്രത്തിൽ തന്നെ ഈ മുക്തിയാർ പട്ടം നമ്മൾ തയ്യാറാക്കേണ്ടതുണ്ട്. ഇതിനു വേണ്ടി ഏതെല്ലാം വ്യവസ്ഥകളാണ് നമ്മൾ അതിൽ ഉൾപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നതെന്ന് വ്യക്തമായും എഴുതണം. ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ സ്ഥലമാണ് നമ്മൾ വിൽക്കാൻ വേണ്ടി ഇദ്ദേഹത്തിന് ചുമതലപ്പെടുത്തുന്നതെങ്കിൽ ആ സ്ഥലത്തിൻ്റെ സർവേ നമ്പരും വസ്തുവിൻ്റെ വിസ്തീർണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ കാണിച്ചിരിക്കണം. അല്ല, നിങ്ങൾ കൊടുക്കുന്ന ഈ പവർ ഓഫ് അറ്റോർണി ആർക്കാണോ കൊടുക്കുന്നത് അദ്ദേഹത്തിന് നിങ്ങളുടെ പേരിലുള്ള വസ്തുക്കൾ മുഴുവൻ ക്രയവിക്രയം നൽകാൻ അഥവാ വിൽപ്പനയ്ക്ക് നൽകാൻ അദ്ദേഹത്തിനെ ചുമതലപ്പെടുത്തുന്നുണ്ടെങ്കിൽ ആ വസ്തുവിൻ്റെ എല്ലാ വസ്തുവിൻ്റെയും വിസ്തീർണവും അതിൻ്റെ റീസർവേ നമ്പരും മറ്റ് വിവരങ്ങളും നമ്മൾ പവർ ഓഫ് അറ്റോർണിയിൽ കാണിച്ചിരിക്കണം എന്ന് ഓർത്തിരിക്കുക. ഒരു വസ്തു മാത്രമാണെങ്കിൽ അത് മാത്രം കാണിച്ചാൽ മതി. അത് നിങ്ങളുടെ ഉദ്ദേശം എന്താണോ അതിനനുസരിച്ച് പവർ ഓഫ് അറ്റോർണിയിൽ സ്ഥലത്തിൻ്റെ വിശദ വിവരങ്ങൾ കാണിക്കാൻ വിട്ടുപോകരുത് എന്നുള്ളത് ഓർത്തിരിക്കുക. ഇനി സ്ഥലത്തിൻ്റെ വിലയായി നൽകുന്ന പണം തരേണ്ടത് ഏത് അക്കൗണ്ടിലേക്കാണ് എന്ന് ഉള്ള കാര്യവും നിങ്ങൾ ഉറപ്പ് വരുത്തുന്നതും ആ വിവരം മുക്തിയാറിൽ അഥവാ പവർ ഓഫ് അറ്റോർണിയിൽ എഴുതി ചേർക്കുന്നതും ഉചിതമാണ്. കാരണം പവർ ഓഫ് അറ്റോർണി പലപ്പോഴും സംശയത്തിന് ഇടയാക്കുന്ന തരത്തിലുള്ള വാക്കുകളോ വാചകങ്ങളോ അതിനകത്ത് ഉണ്ടാകാതിരിക്കണം. അങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ നമ്മുടെ ഉദ്ദേശം നടക്കാതെ പോകും എന്നുള്ളതും ഒരു പ്രത്യേക കാര്യമായി ഓർത്തിരിക്കണം. പലപ്പോഴും പവർ ഓഫ് അറ്റോർണി ലഭിക്കുന്ന ആൾ അത് മിസ്യൂസ് ചെയ്യാൻ സാധ്യത ഉള്ളതുകൊണ്ടും ഇത് സംബന്ധിച്ച് നിരവധി കേസുകൾ കോടതിയിൽ വന്നിട്ടുള്ളതുകൊണ്ടും നിങ്ങൾ സൂക്ഷ്മതയോടുകൂടി തന്നെ പവർ ഓഫ് അറ്റോർണി സ്വന്തം നിലയിലോ ഇല്ലെങ്കിൽ നിങ്ങൾ ഒരു അഭിഭാഷകൻ്റെ സഹായത്തോടു കൂടിയോ ആയിരിക്കണം പവർ ഓഫ് അറ്റോർണി തയ്യാറാക്കേണ്ടതും രജിസ്റ്റർ ചെയ്യേണ്ടതും. ഇതിനെ സംബന്ധിച്ചൊരു വിശദമായ എപ്പിസോഡ് മുൻപ് ചെയ്തിരുന്നു. താല്പര്യമുള്ളവർ അതുകൂടി ഈ ചാനലിൽ നിന്ന് കാണാൻ ശ്രമിക്കുക. അപ്പോൾ പവർ ഓഫ് അറ്റോർണി സംബന്ധിച്ചിട്ടുള്ള ഏകദേശമുള്ള ഒരു വിവരമാണ് ഇന്ന്. ഇത് പ്രത്യേകിച്ച് ഈ പവർ ഓഫ് അറ്റോർണി വസ്തു വിൽപ്പനയ്ക്കായി ഒരാളെ നമ്മൾ ചുമതലപ്പെടുത്തുമ്പോൾ അദ്ദേഹത്തിന് വേണ്ടി നമ്മൾ തയ്യാറാക്കുന്ന പവർ ഓഫ് അറ്റോർണിയും അത് രജിസ്റ്റർ ചെയ്യേണ്ടതും സംബന്ധിച്ച വിവരമാണ് പങ്കുവച്ചിരിക്കുന്നത്. ഇത്തരം വിവരങ്ങൾ തുടർന്നുള്ള എപ്പിസോഡിലും ലഭിക്കുന്നതാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. നന്ദി.